നമസ്കാരം. കോൺഗ്രസിന്റെ 4ാം സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നിരിക്കുന്നു. 4ാം പട്ടികയിൽ റായ്ബറേലിയും അമേഠിയും ഇടം പിടിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും ഇത് ഉണ്ടായിട്ടില്ല. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽ ഗാന്ധിയും അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പക്ഷേ മത്സരത്തിന് ഇറങ്ങാൻ ഇരുവർക്കും താല്പര്യമില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അമേഠി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയിൽ നിന്നും സ്മൃതി ഇറാനി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. റായ്ബറേലിയിലാവട്ടെ നമുക്കറിയാം സോണിയാഗാന്ധി ഇത്തവണ മത്സരരംഗത്തില്ല. അവർ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റായ്ബറേലി കൈവിട്ടു പോകാതിരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇവിടെ വരണമെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ നേതാക്കൾക്കുള്ള ആത്മവിശ്വാസം ഉന്നത തലത്തിലുള്ള നേതാക്കൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ വേണ്ടി ഇരുവരിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമേഠിയിൽ ഇനി ആരായിരിക്കുമെന്ന വലിയ ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് BJP രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ കോട്ടയിൽ നിന്ന് തന്നെ കോൺഗ്രസ് പടിയിറങ്ങി പോകുന്നു, BJPയെ ഭയക്കുന്നു എന്ന തരത്തിലാണ് അവർ ഇത് പ്രചരണ തന്ത്രമായി ഉപയോഗിക്കുന്നത്.